ഹലോ ഹായ് നമസ്കാരം, വെങ്കിയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുകയാണ് അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോകണമെന്ന്. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷം അടുപ്പിച്ചാവും ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതുവരേക്കും ഞാൻ അമ്പലത്തിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ അടുത്തായിട്ട് അതായത് അറൗണ്ട് ഒരു 2 അല്ലെങ്കിൽ 3 കിലോമീറ്ററിനുള്ളിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി അതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ബട്ട് ഇതുവരെയ്ക്കും ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാം, ജസ്റ്റ് ഒരു പോസിറ്റിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നേരെ ഞാൻ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലോട്ട് പോവാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ടൈം ഇപ്പോൾ കറക്റ്റ് 5. ഇതാണ് നമ്മൾ വന്ന അമ്പലം. അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ തൊഴുതായപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ശിവൻ്റെ അമ്പലമാണ്. ഇത് ഞാൻ കയറി തൊഴുതിട്ട് വന്നു. താഴെ നോക്കിയോ, ഇത് കാണുമ്പോഴേട്ടാ ഗമിട്ടാഴം. അപ്പോൾ അമ്പലം ഫുള്ള് കറങ്ങി തൊഴാനുള്ളിടത്തൊക്കെ തൊഴുതു. ഇപ്പം നല്ലൊരു പോസിറ്റീവ് ഫീലുണ്ട്. ഒരുപാട് നാളെ അമ്പലത്തിലേക്ക് വന്നിട്ട്. വീട്ടിലൊക്കെ അമ്മ വിളിക്കുന്ന സമയത്ത് അമ്മ തെറിയാണ്, അമ്പലത്തിൽ നിന്ന് നീ ഇങ്ങനെ കോയിലൊന്ന് പോകാൻ നടന്നോ. ഞാൻ ഈ ഇടയ്ക്ക് വന്ന് വീണപ്പോഴത്തേക്ക് അതായിരുന്നു സംസാരം. പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല, പേടിച്ചിട്ടൊന്നുമല്ല, എങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്ലസൻറ്റ് മൈൻഡാണല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഇത് ചുറ്റില്ല അമ്പലം കേട്ടോ. ഞാൻ ഡെയിലി ഇതുവഴി പാസ് ചെയ്ത് പോകണമെന്നെങ്കിൽ ഇതുവരെ ഞാൻ ഇവിടെ കയറിയിട്ടില്ല. പക്ഷേ കയറിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത് പണ്ട് കാലം മുതലേ ഉള്ള അമ്പലമാണ്. അമ്പലങ്ങളെല്ലാം അങ്ങനെയാണ്, പക്ഷേ എങ്കിലും ഇത് കുറച്ച് നല്ല പഴക്കമുള്ള അമ്പലമാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ ഒരുപാട് സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പകുതി പോർഷനോളം ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ബാക്കിയുള്ളത് ഇവർ രണ്ടാമത് റീബിൽഡ് ചെയ്ത് എടുത്ത സംഭവമാണ്. പക്ഷേ എന്ത് പറയാൻ, അടിപൊളി കിട്ടിലുമായിട്ട് അവർ
ഇത് സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ആ പണ്ടത്തെ ആ ഒരു സാധനം അങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഇവർ ബാക്കിയുള്ള ചെയ്തത്. ഇതിൻ്റെ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ അവർ പുതുതായിട്ട് എന്തോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക അവർ. കൊള്ളാം, നൈസ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അതിൻ്റെ ഗോപുരം പോലും നല്ല അവർ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനാണെന്ന് തോന്നുന്നു. ഇതുമൊക്കെ ഇതാണ് മെയിൻ എൻട്രൻസ് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി കൈ ചൂണ്ടിക്കൂടെ എന്നൊക്കെ പറയും. പക്ഷെ എങ്കിലും നമുക്ക് കാണിച്ചു തരാണ്ട് കൈ ചൂണ്ടിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പുറത്തോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഏതോ ഒരു കന്നഡ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് സമയം അതിരുന്ന് കണ്ടു. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ അവർ രണ്ടാമത് റീഷെഡ്യൂൾ എന്തോ കാര്യങ്ങൾ ഇപ്പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. ഇവിടെ ഒന്ന് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് ചെയ്യാം. നിൽക്കുന്ന പുള്ളിക്കാരൊക്കെയാണ് ആക്ട്രസും കാര്യങ്ങളൊക്കെ. ഇരിക്കുന്ന ഒരു റെഡ് കളർ ടീഷർട്ട് ടാങ്കളും വരുന്ന ചേച്ചിയൊക്കെ ആക്ട്രസാണ്. ഇവിടെ കന്നഡ സീരിയലിൽ കാണുന്ന വ്യക്തികളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. എനിക്ക് ആരെന്ന് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാ. ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. ആ പുള്ളി നമുക്കായിട്ട് ജ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുള്ളി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതുവഴി താഴോട്ട് പോകും. ജ്യൂസ് അപ്പുറത്ത് എന്തോ ഫിൽട്ടർ ചെയ്തിട്ടാണ് ജ്യൂസ് നമുക്ക്. പുള്ളിക്ക് കാല് ഇച്ചിരി പ്രശ്നമായിട്ടുള്ള പുള്ളിയാണ്. നമുക്ക് ജ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ബേഗൂർ ലേക്ക്. ഇതിൻ്റെ അപ്പർ സൈഡാണ് അമ്പലം വരുന്നത്, ആ ഒരു ഭാഗത്തായിട്ട്. അപ്പം ഞാൻ ഇതുവഴി തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് പുള്ളീനെ കണ്ട. അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചത്. ഇതിന് ഒരു ഗ്ലാസ്സിന് 40 രൂപയാണ് കേട്ടോ ഇതിന് ചാർജ് വരുന്നത്. ജ്യൂസ് നല്ല കിണ്ണമായിട്ടുണ്ട്. നല്ല ലൈറ്റായിട്ട് ചെറിയ പുളിപ്പും മധുരവും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.